അപ്പൊ അച്ഛൻ പറഞ്ഞ് അത് ശരിയാവില്ല, ഇതാണ് അതിന്റെ ശരിയെന്ന്. ഇത്രയുമാണ് ഇവിടെ സംഭവിച്ചത്. ഇനി പറ, ഇത്രയും കേട്ടിടത്തോളം മോള് പറ, ആരുടെ ഭാഗത്താണ് ന്യായം? അച്ഛാ, ആ, ഞാൻ ഒരു സത്യം പറയട്ടെ? സത്യം മാത്രമേ ഈ കാര്യത്തിൽ പറയാൻ പാടുള്ളൂ. പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഒന്നും അല്ല, ഇത്രയും പ്രായമില്ലാത്ത കൊച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവണത്? അത് സാരല്ല. എന്നാലും ആരുടെ ഭാഗത്താണ് ന്യായം? അച്ഛന്റെ ഭാഗത്തല്ലേ ന്യായം? അതേന്ന് പറഞ്ഞു. ആണ്. അതെ, മോക്ക് ഒരേ കാര്യങ്ങൾ മനസ്സിലായി, എന്നിട്ടും എന്റെ ഭാര്യക്ക് മനസ്സിലായിട്ടില്ല. എന്താണെന്ന് നോക്ക്. ആ, തോറ്റു തുന്നം പാടിയിട്ടുള്ള വരവാണെന്ന് തോന്നുന്നു. അല്ല ജോ, അങ്ങനൊന്നുമില്ല. ഇവിടുത്തെ ജോ, ഞാനൊരു കാര്യം പറയട്ടാ. ഞാൻ നമ്മുടെ സീതാമ്മയായിട്ട് സംസാരിച്ച്. ഇപ്പോൾ സീതാമ്മ പറയണ എന്തെന്ന് വെച്ചാല്, നമ്മൾ ഈ പറഞ്ഞ ഭീമന് പണി അറിഞ്ഞൂടാ എന്നാണ്. അവൾ അങ്ങനെ പറഞ്ഞ? ആ, പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പണി അറിയാത്താക്ക് നമുക്ക് വെറുതെ കൊണ്ട് വീടിന്റെ പണി കൊടുക്കണോ? പണി അറിയാവുന്ന ആർക്കെങ്കിലും കൊടുത്താൽ പോരെ? എടാ, അവൻ പണിതേക്കണ എത്ര വീടുകള് പുതിയ ട്രാൻസ്ഫോമർ പോലെ ചെത്തായിട്ട് അവിടെ നിൽക്കുന്നു. ആ, ഇതന്നെ സീതാമ്മൻ പറഞ്ഞത്. ഈ പണിഞ്ഞ വീടൊക്കെ ഈ ട്രാൻസ്ഫോമർ മഴ നനയുമ്പോ നനയും പോലെ നനയുന്നുണ്ടെന്ന്, ചോറ് നൊലിക്കണമെന്ന്. എടാ, സീതയുടെ അറിവില്ലായ്മയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു വീട് പണിയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? പൈസ. പൈസ വേണം. ഓ, പൈസ കൊണ്ടാണല്ലോ നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നത്. അതെ. ഒരു വീടുകളുടെ മെയിൻ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ്. ജനാർദ്ദന, ആ പണിക്കാരൻ കൊള്ളത്തില്ലെങ്കിൽ വേറൊരാളിനെ വെച്ചാ പോരെ, പ്രശ്നം തീർന്നില്ലയോ? ഓ, സീത അപ്പൊ പറഞ്ഞ അമ്മയെയും മാറ്റി. ഭയങ്കര സാധനം ഉണ്ടവള്. അല്ല, സീത പറഞ്ഞപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. അമ്മ ആ അഭിപ്രായം ഇവിടെ വേണ്ട, നമുക്ക് കേൾക്കണ്ട. ഞാൻ കാര്യത്തിലേക്ക് വരാം. ആ, അതെ അമ്മമ്മ, ഞാൻ ഈ കാര്യം ഡീൽ ചെയ്തോണ്ടിരിക്കില്ല. ഞാൻ സ്മൂത്തർ ഡീൽ ചെയ്തോളാം. അച്ഛൻ എന്തോ പറഞ്ഞാല്, ഒരു വീടിന്റെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ആണ്. ആ മെറ്റീരിയലിൽ പാളിപ്പോയി കഴിഞ്ഞാൽ വീട് ചോർന്നൊലിക്കും, ചിലപ്പോ ഇടിഞ്ഞു വീഴും. ശരിയല്ലേ? അതിന് പണിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, കാര്യമില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഭീമന്റെ കുഴപ്പമല്ല, മെറ്റീരിയലിന്റെ കുഴപ്പമാണ്. ഈ മെറ്റീരിയൽ എടുക്കണത് ആര്? ഈ പറഞ്ഞ ഭീമനല്ലേ? ഭീമനല്ല, ആ വീട്ടുകാരാണ് എടുത്തു കൊടുത്തത്. അവർക്ക് അവിടെയാണ് പാളിപ്പോയത്. ഇവിടെ അങ്ങനെ സംഭവിക്കില്ല. കാരണം എന്താണ്? ഞാൻ നേരിട്ട് പോയാണ് മെറ്റീരിയൽ എടുക്കുന്നത്. ആ, അതങ്ങനെ വരട്ടെ. ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. നിനക്ക് പിടികിട്ടില്ലേ? ഇതവക്ക് പിടികിട്ടുന്നില്ല. നീ ഒന്ന് സീതനോട് ചെന്ന് പറ, ഇതാണ് കാര്യമെന്ന്. മറ്റൊരാൾ പറഞ്ഞാൽ അവക്ക് മനസ്സിലാവുമെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. ഉറപ്പല്ലേ? സത്യം പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഈ കാര്യം എന്നോട് 5 മിനിറ്റ് മുമ്പ് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പോയപ്പോ ഇത് കൂടെ കണക്ട് ചെയ്തൊക്കെ പറഞ്ഞ് ഫുള്ള് ഡീൽ ചെയ്തന്നെ. സാരില്ല, ഇപ്പൊ പോയി പറഞ്ഞാ മതി. ഓക്കെ, ഇപ്പൊ ചെന്ന് പറയാം. ഈ നിസ്സാര കാര്യത്തിനൊക്കെ 5 മിനിറ്റ്. എന്തായാലും അവക്ക് പിടികിട്ടിയില്ലെങ്കിലും അവന് പിടികിട്ടിയല്ലോ, അത് മതി സമാധാനം. അമ്മക്ക് പിടികിട്ടിയോ? ഏതാണ്ടൊക്കെ. അപ്പോഴും ഏതാണ്ടേ ആയിട്ടുള്ളൂ. മോക്ക് പിടികിട്ടിയോ? പിന്നെ കൊച്ചിന് വരെ പിടികിട്ടി.